ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ രാവിലെ തന്നെ ചട്നി മാമി സ്പെഷ്യൽ ദോശയും മസാല ദോശയും ഗീ റോസ്റ്റും പുട്ടും എല്ലാം കഴിച്ചത് എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ. ഇൻ ബിറ്റ്വീൻ ചട്നി മാമി റെസ്റ്റോറൻറ്റ് പ്യോർ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റാണ്. പോകാത്തവരെ മസ്റ്റായിട്ടും ഇവിടെ പോയി ഇവിടുത്തെ ഫുഡെല്ലാം ട്രൈ ചെയ്യണം കേട്ടോ. അങ്ങനെ ഇതേ നമ്മൾ ടോളൊക്കെ കഴിഞ്ഞ് നമ്മളിത് എങ്ങോട്ടാ പോകുന്നേ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ശിവലിംഗ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമായ ചെങ്കൽ മഹേശ്വരം ശ്രീ ശിവപാർവതി ക്ഷേത്രത്തിലേക്കാണ് നമ്മളീ പോകുന്നത്. ഒരേ പീഠത്തിലിരിക്കുന്ന ശിവനും പാർവതിയും പ്രധാന പ്രതിഷ്ഠകളായ ഈ ക്ഷേത്രത്തിൽ ഉപദേവതകളായി ഗണപതി, സുബ്രഹ്മണ്യൻ, അയ്യപ്പൻ, നവഗ്രഹങ്ങൾ, നാഗദൈവങ്ങൾ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട്. 111 അടി ഉയരം വരുന്ന ഈ ശിവലിംഗത്തിനകത്ത് 7 നിലകളും അവയിൽ ഓരോന്നിലുമായി നിരവധി ദേവതാ പ്രതിഷ്ഠകളും കാണാം. ഏറ്റവും താഴെയുള്ള നിലയിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള ശിവലിംഗത്തിൽ ഭക്തർക്ക് സ്വയം പൂജകൾ നടത്താനുള്ള സൗകര്യമുണ്ട്. 200 രൂപയാണ് ഒരാൾ ടിക്കറ്റ് നിരക്ക് വരുന്നത്. ശിവന് വിഗ്രഹപ്രതിഷ്ഠയുള്ള ലോകത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിലൊന്ന് എന്ന നിലയിലും ശ്രദ്ധേയമാണ് ചെങ്കൽ ശ്രീ മഹേശ്വരം ശിവപാർവതി ക്ഷേത്രം. കൂടാതെ 32 ഗണപതി രൂപങ്ങളുടെ പ്രതിഷ്ഠ, ഗംഗാജലം നിറഞ്ഞു നിൽക്കുന്ന കിണർ, 12 ജ്യോതിർലിംഗങ്ങളുടെ മാതൃകകൾ തുടങ്ങി വേറെയും ആകർഷണങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങി നേരെ പോകുന്നത് പോത്തൻകോടുള്ള ശാന്തിഗിരി ആശ്രമത്തിലേക്കാണ് കേട്ടോ. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ നല്ല ചൂട് ചായയും പരിപ്പുവടയും പഴംപൊരിയൊക്കെ കഴിക്കാൻ വിചാരിച്ചു. അങ്ങനെ നമ്മൾ അതെല്ലാം കഴിച്ച് നേരെ അമ്പലത്തിനകത്തോട്ടേക്ക് പ്രവേശിക്കുകയാണ്. നമുക്ക് ഇവിടെയും കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കേണ്ട റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ അതനുസരിച്ചിട്ടാണ് ഞാൻ വീഡിയോസും കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്ത്. നമ്മുടെ കൂടെ ഒരാളും കൂടെ ഉണ്ടാവും ഗൈഡായിട്ട് നമുക്ക് പറഞ്ഞു തരാനായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെയും കയറി ഗുരുവിൻ്റെ സമാധിസ്ഥാനം എല്ലാം കണ്ട് തൊഴുതു. ഞാൻ ആക്ച്വലി ഈ വീഡിയോ എടുക്കുന്നത് ഓഗസ്റ്റ് 3-ാം തീയതിയാണ്. ഓഗസ്റ്റ് 6-ാം തീയതിയാണ് എനിക്ക് ആക്സിഡൻ്റ് ആകുന്നത്. അതിനുശേഷം എനിക്കിത് ഞാനിത് അന്ന് തന്നെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പോസ്റ്റ് ചെയ്യാനുള്ള കാര്യം ഞാൻ വിട്ടുപോയി. ഇപ്പോൾ ഇങ്ങനെ ഗാലറി ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ട് വന്നപ്പോഴാണ് അയ്യോ ഞാനിത് പോസ്റ്റ് ചെയ്തില്ലല്ലോ എന്ന് ഓർമ്മ വന്നത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ശാന്തിഗിരി ഷോപ്പിംഗ് മോളിൽ പോയി ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്തു. ഒന്നും അവിടെ നിന്ന് മേടിച്ചില്ല, ജസ്റ്റ് ഒന്ന് കണ്ടു കഴിഞ്ഞേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.